നമസ്കാരം, ഞാൻ ജസ്റ്റിൻ ജോസഫ്. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാം കണ്ണിലുണ്ണിയായ, അതായത് നമ്മുടെ എല്ലാം സ്വത്തായ, നമ്മുടെ ഈ മലയാള ഇൻഡസ്ട്രിയുടെ സ്വത്തായ മമ്മൂക്കയും ലാലേട്ടനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ഇപ്പം സംസാരിക്കാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ആൾക്കാരുണ്ട്, കുറേ യൂട്യൂബ് വീഡിയോ ഇടുന്നത് ലാലേട്ടൻ്റെ കാലം കഴിഞ്ഞ് മമ്മൂക്കയുടെ കാലം കഴിഞ്ഞ് അവർ സിനിമയെ മാറി നിൽക്കണം, അതാണ് ഇത് വർഷങ്ങളായിട്ട് കേൾക്കുന്നത്. എന്തിന് ഇവന്മാർക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ഇടുന്ന ആലോചിക്കുന്നത്? അവരാരാന്ന് അവർക്കും അറിയാം, ഈ ജനങ്ങൾക്കും അറിയാം. പിന്നെ ഇവനൊക്കെ എന്തിനാ വ്യൂസ് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്ത് വൃത്തിയോടൊക്കെയാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, അതേ കൂടുതൽ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആലോചിക്കുന്നത്? ഈ മമ്മൂക്ക ലാലേട്ടനെ ഇല്ലെങ്കിൽ മലയാള ഇൻഡസ്ട്രി ഇത്ര വളരത്തില്ല. അത് ആദ്യം ഈ വീഡിയോ ചെയ്യുന്നവർ മനസ്സിലാക്കുക. ഇപ്പോൾ വന്ന യുവതലമുറയിലെ ആൾക്കാരാണ് വന്ന് മലയാള ഇൻഡസ്ട്രി വലുതാക്കിയത്. അവരാണ് ഈ മലയാള ഇൻഡസ്ട്രി വാനോളം പോയിട്ട് ഇത്രയും വലുതാക്കി? ഒന്നുമല്ലല്ലോ. ഈ പറഞ്ഞ സത്യം മാഷാണോ, നസീർ സാറാണോ, ജയൻ സാറാണോ, സുകുമാരാണോ, സോമനാണോ, കുഞ്ചാക്കനാണോ, ദിലീപാണോ, പൃഥ്വിരാജാണോ? ഒന്നുമല്ല. ഈ മലയാള ഇൻഡസ്ട്രി ഇത്രയും വലുതാക്കിയത് അതിൻ്റെ മെയിൻ കാരണം മമ്മൂക്ക ലാലേട്ടൻ തന്നെയാണ്. അത് തുടക്കക്കാരാണ്, ഈ സിനിമയുടെ തുടക്കക്കാരാണ് പിന്നെ നസീർ സാറും മധു സാറും പിന്നെ സത്യം മാഷൊക്കെ. അവരൊക്കെ തുടക്കം ഇട്ട് കൊടുത്ത്, അവരൊക്കെ നമ്മൾ ഓർക്കണം, അവരൊക്കെ തുടക്കം ഇട്ട് കൊടുക്കുക. പക്ഷെ തുടക്കം ഇട്ട് കൊടുത്താലും അതിനെ അവർ അംഗീകരിച്ചേ പറ്റൂ. പക്ഷെ അവരൊന്നും അല്ല മലയാള സിനിമ ഇത്രയും വളർത്തി ഇത്രയും വലുതാക്കിയും മലയാള സിനിമ ഈ ഇന്ത്യ സിനിമയിൽ എത്തിച്ചും ലോക സിനിമ എത്തിച്ചും അവരൊന്നും അല്ല. അവരൊക്കെ തുടക്കക്കാരാ, അവരെ നമ്മൾ ബഹുമാനിക്കണം, എല്ലാം വേണം. പക്ഷേ വലുതാക്കിയും വളർത്തിയതും മമ്മൂക്ക ലാലേട്ടൻ തന്നെ. നിങ്ങൾക്കറിയോ, ഒരു കാലത്തും മലയാള സിനിമ തമിഴ് സിനിമയിലേക്ക് റീമേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ ഒരു ബ്ലൂ ഫിലിം കാണുന്ന ഒരു സ്റ്റൈലാണ് കണ്ടുകൊണ്ടിരുന്നത്, ഒരു നാലാം കട സ്റ്റൈല്. അത് ഞാൻ പറഞ്ഞില്ല, പ്രശസ്ത നടി മേനക പറഞ്ഞിട്ടുണ്ട്, ഉർവശി പറഞ്ഞിട്ടുണ്ട്. വേറെ അവർ ഇങ്ങനെ ഞാൻ പറയണക്കല്ല പറഞ്ഞേ, അവർ വേറെ രീതിയിലാണ് പറഞ്ഞുള്ളൂ, ഞാൻ എൻ്റെ രീതി പറഞ്ഞേ ഉള്ളത്. അവർ പറഞ്ഞാണ് നമ്മുടെ മലയാള സിനിമ തമിഴ് ഇൻഡസ്ട്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഡബ്ബിംഗ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ വേറെ രീതിയിലാണ് പടം കാണുന്നത്, അതാണ് ഇതാണെന്നാണ്. എന്നാൽ ഈ കുറ്റം പറയാൻ പറ്റത്തില്ല. പണ്ടത്തെ നമ്മുടെ മലയാള സിനിമ 70 80 സിനിമ 80 തുടക്കവും 70 അവസാനവും 70 പകുതിയൊക്കെ കണ്ടിട്ടില്ലേ? സോമൻ്റെ ഒക്കെ പടനാത്തൊക്കെ മൊത്തം സീന. ഇതൊക്കെ കുടുംബമായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. ഉടനെ നമ്മൾ TV വന്നു കഴിഞ്ഞാൽ നമ്മൾ ചാനൽ മാറ്റിക്കളാം. ആ സീൻ വരുമ്പം ആ ഒരു കാലഘട്ടം ഉണ്ടാകുന്നത്. അതൊക്കെയാണ് പ്രശ്നം വന്നത്. പക്ഷേ മമ്മൂക്കയുടെ പടങ്ങൾ വന്നതിന് ശേഷം അത് തമിഴിലേക്ക് റീമേക്ക് ചെയ്ത് പോകുമ്പോൾ ഒരു സ്റ്റാൻഡേർഡായി വിലയായി. ഇങ്ങനെയും മലയാള സിനിമ ഉണ്ട്, മലയാള സിനിമ ഇങ്ങനെയും ചെയ്യാം എന്നൊരു മനസ്സിലാക്കി കൊടുത്തൊരു ആക്ടറാണ് മമ്മൂക്ക. മമ്മൂക്കയുടെ പടങ്ങളാണ് അവിടെ ചെന്ന് സെറ്റായതിന് ശേഷമാണ് മലയാള സിനിമ അങ്ങോട്ട് പോകാൻ തുടങ്ങിയത്, മലയാള സിനിമയ്ക്ക് ഒരു വില വന്നതും മലയാള സിനിമയുടെ ഒരു പവർ വന്നതും. പിന്നെ അതിൻ്റെ പുറകെ ലാലേട്ടൻ വന്നു. അത് നമ്മൾ ഈ ഉർവശി മേനയൊക്കെ പറഞ്ഞാണ്. പിന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം, മമ്മൂക്കയുടെ സ്റ്റാൻഡേർഡ് അറിയാമല്ലോ, ബ്രാൻഡാണെന്ന് അറിയാമല്ലോ. അപ്പോൾ മമ്മൂക്കയുടെ പടങ്ങൾ പോയപ്പോൾ അവിടെ സ്റ്റാൻഡേർഡായി. അങ്ങനെ അവിടെ മലയാള സിനിമയ്ക്ക് ഒരു വിലയായി. അപ്പോൾ അങ്ങനെ പിന്നെ മലയാള സിനിമയ്ക്ക് ഇഷ്ടംപോലെ സംഭാവനകൾ, സംസ്ഥാന അവാർഡ്, നാഷണൽ അവാർഡ്, പത്മശ്രീ, പത്മഭൂഷൺ, ഡോക്ടറേറ്റ് ഇതെല്ലാം നേടി. അത് അവരവർക്ക് കിട്ടുന്ന ആണെങ്കിലും നേടി. മലയാള സിനിമ ഇത്രയും വാനോളം പൂഴ്ത്തി ലോക സിനിമ എത്തിച്ച 2 നടന്മാരാണ്. അവരുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്തൊരു പെർഫോമൻസ്! ഏതെങ്കിലും മലയാള നടന്മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അങ്ങനെ? സുകുമാരനോ സോമനോ പറയുമ്പോൾ എല്ലാവരും വലിയ നടന്മാരാണ്, പക്ഷെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തിന് ഇവർ നിൽക്കുന്നതിനൊക്കെ വന്ന കാലം മുതൽ ഈ നിമിഷം 2025 വരെ ഇവർ രണ്ടും നിൽക്കുന്നതിനൊക്കെ ഈ ഇന്ത്യൻ സിനിമയിൽ ഏതെങ്കിലും ഈ പ്രായത്തിലുള്ള ഏതെങ്കിലും നടന്മാർ ഇത്രയും സ്റ്റാർഡായിട്ട് നിൽക്കുന്നുണ്ടോ? ഒന്നുമില്ല. രജനാഥ് നിൽക്കുന്നുണ്ട്, എവിടെ നിൽക്കുക? രജനാഥൊക്കെ തീരെ വയ്യാണ്ടായി. രജനാഥ് ചുമ്മാ പറയുന്നതേ ഉള്ളൂ. കമലഹാസനൊക്കെ വണ്ടേ ഔട്ടായി, അമൃതാജൻ വണ്ടേ ഔട്ടായി, ചിരഞ്ജീവി ഔട്ടായി. ഇപ്പോഴും മലയാള സിനിമ അവരുടെ പ്രായമുള്ളവരെ നിൽക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലും മാത്രമേ ഉള്ളൂ. അതായത് മമ്മൂക്ക ലാലേട്ടൻ. അവർ പുതിയ ക്യാരക്ടറുകൾ ചെയ്ത് എങ്ങാട്ട് ചെയ്യുന്നു, ഇപ്പോഴും നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് ജനങ്ങളെ ശ്രദ്ധ പിടിച്ച് പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ ടാലൻ്റ്, അവരുടെ കഴിവാണ്. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എൻ്റെ മക്കളെ, ഇനി പറയാനുള്ളതേ ഉള്ളൂ. അവരുണ്ടായത് മലയാള സിനിമ ഇത്രത്തോളം വാഴ. ഈ മലയാള സിനിമ ഇത്ര ഇവരില്ലാതെ ഇത്ര വാഴത്തില്ല. ഈ മലയാള സിനിമ ഇത്ര അറിയപ്പെടത്തില്ല. ഇവർ രണ്ടും മാറ്റിക്കണം, ഇവരുടെ കോൺട്രിബ്യൂഷൻ മാറ്റിക്കണം. മലയാള സിനിമ എന്നാ ഉണ്ട്? എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒന്നും കാണിച്ചില്ലായിരിക്കും. അപ്പോൾ അവരുണ്ടാകുന്ന മലയാള സിനിമ വളരെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നത്. അവർ മലയാള സിനിമയുടെ 2 പില്ലേഴ്സാണ്, 2 തൂണുകളാണ് എന്നൊരു കോയിൻ്റെ അപ്പുറം ഇപ്പറാണ്. അപ്പോൾ അവരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അവരുടെ കാലത്തോളം അവർ അഭിനയിക്കും. അവർ ചുമ്മാ ഒരു ജനങ്ങളുടെ മുന്നിൽ ചുമ്മാ ഒരു നടന്മാരല്ല. അവരുടെ വീട്ടിലെ സഹോദരന്മാരും കൂട്ടുകാരും ഇതൊക്കെ ആയിട്ടാണ് അവർ പോകുന്നത്. അതായത്
നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് വിഷം വരത്തില്ല. അന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പറ്റി നമുക്ക് വിഷം വരില്ലേ? നമ്മുടെ ചേട്ടനായിട്ടും അനിയനായിട്ടൊക്കെ നമ്മൾ കാണുന്നത്. അത്രയ്ക്കും അങ്ങനെ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ അതൊരു പാട് തന്നെയാണ്. ഒരു നടന്മാർക്ക് പറ്റിയിട്ടില്ല മലയാളത്തിൽ ഇവരോട്ട്. അതുകൊണ്ടില്ല അവർക്ക് എന്തെങ്കിലും പറ്റുമ്പോഴും അവർക്ക് വിഷമം വരുമ്പോൾ നമുക്ക് സങ്കടം വരുന്നത്. അവർ പിന്നെ സിനിമ പൊട്ടുമ്പോൾ നമുക്ക് സങ്കടം വരുന്നത്. കാരണം അവർ നമ്മുടെ ഉള്ളിലായിപ്പോയി, മലയാളിയുടെ ഒരു സ്വത്തായിപ്പോയി. അപ്പോൾ അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അവരുണ്ടാകുന്ന മലയാള സിനിമ ഇപ്പോഴും നിൽക്കുന്നത്. അവനെ നിർത്തേണ്ട കാര്യമില്ല. അവരിപ്പോഴും പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കഥാപാത്രങ്ങൾ ചെയ്ത് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ കുറ്റം പറയണ്ട. അവരെ വഴിക്കും വിട്ടേക്ക്. അവരുണ്ടാകുന്ന മലയാള സിനിമ ഇത്രയൊക്കെ എത്തിയത്. അതുകൊണ്ട് പറഞ്ഞൊരു വിവരക്കേട് പറയരുത്. നമുക്ക് അതിനുള്ള കുറ്റം പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവരാണ് മലയാള സിനിമ ഇത്ര സെറ്റാക്കിയെടുത്ത്. അവരില്ലാന്ന മലയാള സിനിമ ഇല്ല. ഈ പറഞ്ഞ നടന്മാരെല്ലാം ഉണ്ടായിട്ട് മലയാള സിനിമ ഇത്ര സെറ്റപ്പ് ആക്കാൻ പറ്റിയോ? എത്ര നടന്മാരെ കടത്തിവിട്ട് ഇവർ സ്റ്റാറായി വന്നറിയോ? ഇവരെ ആരും പൊക്കിക്കൊണ്ട് വന്നൊന്നുമില്ല. അവർ സ്വന്തമായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് വഴിവിട്ട് തന്നെ കയറി വന്നത്. എത്ര നടന്മാരുള്ള സമയത്ത് നമുക്ക് കയറി വരുന്നറിയോ? സുകുമാരൻ, സോമൻ, രതീഷ്, രവികുമാർ, ജോസ്, പിന്നെ പുതിയ നടന്മാർ. എന്തിന്? ഇതെല്ലാം പോട്ടെ. ഇതെല്ലാം കടത്തി വെട്ടി ഇവിടെ വന്നതിന് ശേഷം എത്ര തലമുറകൾ വന്ന്, എത്ര നടന്മാരുകൾ വന്ന്. അന്നും എന്നും നമുക്ക് ലാലേട്ടൻ തന്നെയാണ് മലയാള സിനിമ നിലനിൽക്കുന്നതും ഒരു പ്രശ്നമില്ലാതെ, ഒരു ഗോസിപ്പും പെടാതെ അന്നസായിട്ട് ഇപ്പോഴും സ്റ്റാർഡം കീപ്പ് ചെയ്ത് പോകുന്നത് നമുക്ക് ലാലേട്ടൻ മാത്രമേ ഉള്ളൂ. ഔട്ടാകാതെ നിൽക്കുന്ന നമുക്ക് ലാലേട്ടൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കറണ്ടായിട്ട് നമുക്ക് ലാലേട്ടൻ വന്നതിന് ശേഷം എത്ര യുവതാരങ്ങൾ വന്ന്. റഹ്മാനും നമുക്ക് ലാലേട്ടൻ കടത്തി വെട്ടാൻ പറ്റിയോ? അതിനുശേഷം സുരേഷ് ഗോപി കടത്തി വെട്ടാൻ പറ്റിയോ? ബാഹുവാണി കടത്തി വെട്ടാൻ പറ്റിയോ? ജയറാന് കടത്തി വെട്ടാൻ പറ്റിയോ? ദിലീപിന് കടത്തി വെട്ടാൻ പറ്റിയോ? പൃഥ്വിരാജ് വന്ന് കടത്തി വെട്ടാൻ പറ്റിയോ? ആരൊക്കെ വന്ന്? എത്ര നടന്മാർ വന്ന്? അതിനിടയ്ക്ക് വേറെ ചെറിയ നടന്മാരൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ പുതുമുകളായിട്ട്. ആർക്കും കടത്തി വെട്ടാൻ പറ്റിയോ? ഇപ്പം ടോവിനെ വന്ന്, പെപ്പെ വന്ന്, ആസിഫ് അലി വന്ന്, എത്ര നടന്മാർ വന്ന്? ആർക്കും കടത്തി വെട്ടാൻ പറ്റിയോ? എത്ര തലമുറ വന്നാൽ അവർ തന്നെയാണ്. അവരെ കടത്തി വെട്ടാൻ ആർക്കും പറ്റത്തില്ല. അവരൊക്കെ വന്നു പോയി 1-2 പടങ്ങൾ ഹിറ്റായി അപ്പോഴത്തെ ഒരു സീസൺ 9 നിൽക്കുക. അല്ലാതെ ഇത് കണക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. ഇത് കണക്ക് കറണ്ടായിട്ട് നിൽക്കാൻ പറ്റത്തില്ല വർഷങ്ങളോളം. 19 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് അവർ നിൽക്കുന്നതൊക്കെ ഒരു നിന്നിട്ടില്ല, നിൽക്കത്തുമില്ല. അപ്പം അതിനെ കുറ്റം പറയാൻ വരരുത്. നമ്മൾ ചീട്ട് കയറും. ഓക്കെ.